ഇമ്പാർട്ടേഷൻ അല്ലെ കൈമാറ്റം എന്ന ഒരാശയം പറയാനാണ് താല്പര്യപ്പെട്ടത്. ഞാൻ ഇങ്ങോട്ട് വന്ന വഴിക്ക് കർത്താവിനദാസനോട് പറഞ്ഞു, പലപ്പോഴും ഈ ദിവസങ്ങളിൽ പഴയതിനേക്കാൾ കൂടുതലായിട്ട് പരിശുദ്ധാത്മാവ് ആലോചനകൾ വ്യക്തമായി പറയാറുണ്ട്. ഞാൻ ഇവിടെ വന്ന ആ കസറിൽ ഇരുന്ന ശേഷം ദൈവാത്മാവ് പറഞ്ഞു, മനുഷ്യന് സംഭവിച്ച് 2-3 വീഴ്ചകളെ തൊട്ട ശേഷം അതിന് ബദലായി അല്ലെങ്കിൽ അതിന് പരിഹാരമായി ദൈവം തന്ന ഒരു ശക്തിയുടെ കൈമാറ്റം എന്നതിനെ വിശദമായി പറയണം. അല്ലെ ശക്തി കൈമാറ്റം എന്ന് പറഞ്ഞാൽ എന്തൊടുക്കാനാണ്? എന്തിൻ്റെ കൈമാറ്റം അറിഞ്ഞുകൂടാ, അല്ലെങ്കിൽ എന്തിനുള്ള ഇമ്പാർട്ടേഷൻ അറിഞ്ഞുകൂടാ. അതുകൊണ്ട് എന്താണ് മനുഷ്യന് പറ്റിയ അബദ്ധം, അതിൽ നിന്ന് മടങ്ങി വരാൻ വേണ്ടി എന്തു വേണം എന്നിങ്ങനെ ഇതെല്ലാം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഞാൻ ഒന്ന് തുടങ്ങാൻ പോകാം. ഇന്ന് രാവിലത്തെ സഭായോഗത്തിന് ഞാൻ എടുത്തത് 3-ാം ലോക മഹായുദ്ധത്തിൻ്റെ സമയം എന്നായിരിക്കുമെന്ന ആശയം. ആ സന്ദർഭത്തിലും ആവശ്യം വന്ന ഒരു കാര്യം കൂടെ ചേർത്ത്, ദൈവത്തിന് പ്രധാനമായി 2-3 ശത്രുക്കളുണ്ട്. ദൈവത്തിന് പ്രധാനമായി 2-3 ശത്രുക്കളുണ്ട്. ഈ ശത്രുക്കളുടെ മേൽ ജയമെടുക്കാനാണ് നമ്മെ അധികാരപ്പെടുത്തുന്നത്. എന്തിനാണ് അധികാരം? ശത്രുവിൻ്റെ മേൽ ജയമെടുക്കാനാണ്. യുദ്ധക്കളത്തിൽ നിൽക്കുന്നവർക്ക് മാത്രമേ ഉള്ളൂ ശത്രുവിനോട് പോരാട്ടം, അല്ലാത്തവർക്ക് ശത്രുവിനോട് ഒരു ശല്യവുമില്ല. ഞാൻ ഇന്ത്യൻ എയർഫോഴ്സിൽ 18 വർഷം ജോലി ചെയ്തതാണ്. യുദ്ധക്കളത്തിൽ പങ്കെടുക്കുക എന്നാൽ എന്നാന്ന് എനിക്ക് ഒരളവിലറിയാം. വലിയ കൂടുതലായിട്ടൊന്നും അറിയത്തില്ല, എങ്കിലും ഒരളവിൽ എനിക്കറിയാം. ഞാൻ ഓർക്കുന്നുണ്ട്, 1971 യുദ്ധം നടക്കുന്ന സമയത്ത് ഞാൻ ജാംനഗർ എന്ന് പറയുന്ന സ്ഥലത്തുണ്ട്. എയർഫോഴ്സുകാർക്ക് ഡയറക്റ്റ്ലി തോക്കെടുത്ത് യുദ്ധം ചെയ്യേണ്ട കാര്യമില്ല, അത് ആർമിക്കാരാണ് കൂടുതൽ ചെയ്യുന്നത്. പക്ഷേ ഞങ്ങളെല്ലാം യുദ്ധത്തിൽ ഇൻവോൾവാണ്. ഞാൻ ഓർക്കുന്നുണ്ട്, അന്ന് കറക്റ്റ് 4 മണിയാകുമ്പോൾ, വെളുപ്പിന് 4 മണിയാകുമ്പോൾ തുറന്ന റൺവേയിലെത്തണം. റൺവേയിൽ നല്ല കാറ്റുണ്ട്, പ്രത്യേകിച്ച് ജാംനഗറിൻ്റെ അന്തരീക്ഷത്തിൽ നല്ല തണുപ്പുമുണ്ട്. പറഞ്ഞിട്ട് കാര്യമില്ല, 4 മണിയാകുമ്പോൾ ഇവിടെ എത്തിയേ പറ്റുള്ളൂ. അന്ന് ഞങ്ങളുടെ സീനിയർ കമാൻഡർ ഒരു ഭയങ്കര വലിപ്പമുള്ള ഒരു ഓഫീസറാണ്. റാങ്കിൽ ഒരുപാട് ഉയർന്ന ഒരു ഓഫീസറാണ്. കേരളത്തിലെ ഗവർണറോളം ലെവലുള്ള റാങ്ക് വരും. പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല, അദ്ദേഹത്തിന് ഇരിക്കാൻ കൊടുക്കുന്നത് ഒരു സ്റ്റീൽ കസേരയാണ്. ഒരു സ്റ്റീൽ കസേരയിൽ ഇരുന്ന് അതുപോലൊരു സ്റ്റീലിൻ്റെ ടേബിളും മുന്നേ വെച്ച് അതുമാത്രമേ ഒക്കുള്ളൂ. ഓഫീസിലോട്ട് ചെന്നാൽ അദ്ദേഹത്തിന് എയർ കണ്ടീഷൻ റൂമും ആവശ്യം പോലെ സേവകന്മാരും എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. പക്ഷേ യുദ്ധഭൂമിയിൽ ഇതൊന്നുമില്ല. യുദ്ധഭൂമിയിൽ ഇത്രയും കിട്ടിയത് ഭാഗ്യം. എന്നെപ്പോലുള്ള ക്ലർക്കുമാർ, ഞാൻ ക്ലർക്കല്ല, എന്നെപ്പോലെയുള്ള പലരും ക്ലർക്കിൻ്റെ പണിയാണ് ചെയ്യുന്നത്. ഞാൻ ക്ലർക്കല്ല, എങ്കിലും നോ എന്ന് പറയാൻ ആർക്കും ഒക്കത്തില്ല. അവിടെ ഇരിക്കുക. ഇൻ്റലിജൻസ് ഡിപ്പാർട്ട്മെൻറ്റുകാർ ഇൻ്റലിജൻസ് ഇൻഫർമേഷൻസ് തരും. ആ ഇൻഫർമേഷൻസ് ഞങ്ങളുടെ കമാൻഡറുടെ കയ്യിൽ കിട്ടും. അതിനനുസരിച്ച് ഇന്ന ഫയൽ ഇങ്ങെടുത്തു എന്ന് അദ്ദേഹം പറയുമ്പോൾ ആ പർട്ടിക്കുലർ ഫയൽ എടുത്തു കൊടുക്കുന്നതിനുള്ള എൻ്റെ ജോലി വേറൊന്നുമില്ല. ആ മനുഷ്യനിരുന്നു. അദ്ദേഹത്തിനൊരു മെസ്സേജ് കിട്ടി, പാകിസ്ഥാൻ്റെ ഒരു വിഭാഗം സൈന്യം ഇന്ന വഴിയെ വരുന്നുണ്ട്. അദ്ദേഹം എന്നോട് പറയും, ഇന്ന നമ്പർ ഫയൽ ഇങ്ങെടുത്ത് തരാൻ. ആ ഫയലിനകത്ത് ആ റൂട്ട്, അതിൻ്റെ സൈഡിലുള്ള കാര്യങ്ങൾ, ആ വഴിയുടെ വീതി, എത്ര പാലങ്ങളുണ്ട്, ഇങ്ങനെയുള്ള എല്ലാ ഇൻഫർമേഷനും കാണും. അത് അദ്ദേഹം എടുക്കും. എടുത്തേച്ച് ഒരു പൈലറ്റിനെ വിളിക്കും. പൈലറ്റ് നമ്പർ 25 അല്ലെ 10-15 ഒരു നമ്പർ വിളിക്കും. ആ പൈലറ്റ് ഉടനെ വന്നു അദ്ദേഹത്തെ സല്യൂട്ട് ചെയ്തു. അവർ പറയും, എടാ, പാകിസ്ഥാൻ്റെ ആർമിയിൽ നിന്ന് ഇത്ര ട്രക്കുകൾ ഇത്ര പട്ടാളക്കാരുമായി വരുന്നുണ്ട്, അവരുടെ കയ്യിൽ ഇത്ര തോക്കുകളുണ്ട് എന്നാണ് വെയ്പ്പ്. നമുക്ക് സൂക്ഷ്മം അറിഞ്ഞുകൂടാ. നീ ഇന്ന നമ്പർ പ്ലെയിൻ എടുത്തുകൊണ്ട് പോകണം. ആ പ്ലെയിനിനകത്ത് ഇത്ര റോക്കറ്റ് ഘടിപ്പിച്ചിട്ടുണ്ട്, ഇത്ര ബോംബുണ്ട്, നീ അതും കൊണ്ട് പോകണം. ഈ കാണുന്ന പാർട്ടിയെ കണ്ടുപിടിച്ച് അവരെ ബോംബ് ചെയ്യണം, ഇല്ലേ സ്ട്രാപ്പിൾ ചെയ്യണം. എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം പറയും, നീ ഇന്നത് ചെയ്യണം. അദ്ദേഹം വീണ്ടും സല്യൂട്ട് ചെയ്തു, പ്ലെയിൻ എടുത്തുകൊണ്ട് പോയി. ഉടൻ വീണ്ടും അടുത്ത മെസ്സേജ്, പൈലറ്റ് നമ്പർ 3 കയറുക, നിനക്ക് ബോംബാണ് നിൻ്റെ തന്നയക്കുന്നത്, ഇത്ര എണ്ണം വേണം, ഇതുകൊണ്ടിട്. അയാളും സല്യൂട്ട് ചെയ്തു പോയി. ഈ പ്ലെയിനെല്ലാം കൂടിയാൽ ഒരു 45 മിനിറ്റേ പറക്കത്തുള്ളൂ. ഇതെല്ലാം കൊച്ചു പ്ലെയിനുകളാണ്. അതിന് മാത്രമേ ആവശ്യത്തിന് വേഗത കിട്ടത്തുള്ളൂ, ഷാർപ്പ്നെസ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി. 45 മിനിറ്റ് കൊണ്ട് തിരിച്ചു വരും. ഒരു 30 മിനിറ്റ് 40 മിനിറ്റ് ആകുമ്പോൾ 1ാമത്തെ പൈലറ്റ് വന്ന് ലാൻഡ് ചെയ്തു, സല്യൂട്ട് ചെയ്തു. സാർ പറഞ്ഞത് ഞങ്ങൾ കണ്ടു, ഞാനത് ഫയർ ചെയ്തു, ആ ഭാഗം മൊത്തം തീർന്നു. അല്ലെങ്കിൽ എനിക്ക് ഫയർ ചെയ്യാൻ പറ്റിയില്ല. ഞാൻ ചെന്നപ്പോൾ എന്നെ ഇങ്ങോട്ട് ഫയർ ചെയ്തതുകൊണ്ട് എനിക്ക് തിരിച്ചോടേണ്ടതായി വന്നു, എനിക്ക് അവിടെ നിൽക്കാൻ പറ്റിയില്ല. അദ്ദേഹത്തിൻ്റെ കാര്യം പറയും. ആ പറഞ്ഞത് സത്യമാണെന്ന് തെളിയിക്കാൻ വേണ്ടി ഇമ്മീഡിയറ്റ്ലി ഫോട്ടോ കാണിക്കാൻ പറയും. ഓരോ വെടി വെക്കുമ്പോഴും അന്നേരം തന്നെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കും, ആ ഫോട്ടോ കാണിക്കും. ശരിയാ, അവരാണ് യുദ്ധം ചെയ്തത്. നമ്മുടെ നാട്ടിൽ മാടക്കടയിലിരുന്ന് പത്രം വായിക്കുന്നവൻ പത്രം വായിച്ച് വെച്ച്
ഉറക്കെ വിളിച്ചൊരു ഭയങ്കര യുദ്ധം നടക്കുകയാണ്. പിന്നെ വിശദീകരണം കേട്ടോണം. ഇവൻ പോയതുമല്ല, യുദ്ധം ചെയ്തതുമല്ല, എന്തു നടന്നെന്ന് ഇവൻ അറിയാനും വയ്യ, ഇവൻ ഇതിനെക്കുറിച്ച് ഒന്നും അറിയത്തില്ല, ചെറുപീടിയും വലിച്ച് അവിടെ നിന്ന് അലവിളി കൂട്ടുക എന്നുള്ളതിൽ കവിഞ്ഞ് ഇവനെ കൊണ്ടൊന്നും നോക്കത്തില്ല. ഒരുപാട് പേര് അലവിളി കൂട്ടി വട്ടം നടക്കുമ്പോൾ യുദ്ധം ചെയ്യുന്ന പടയാളികൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. അതുകൊണ്ട് രാജ്യം നിലനിൽക്കുന്ന, ദൈവരാജ്യം നിലനിർത്തേണ്ടതിന് യുദ്ധം ചെയ്യുന്ന ചിലർക്കായി ഞാൻ കർത്താവിനെ വാഴ്ത്തുകയാണ്. ആർക്കാണ് യുദ്ധമുള്ളത്? ആത്മവീരന്മാരാണ്. അവർക്കാണ് കൈമാറ്റത്തിൻ്റെ ആവശ്യം, അവർക്കാണ് ദൈവം ഒരു അധികാരം തരേണ്ടത്. അതുകൊണ്ട് നമ്മുടെ മുമ്പിൽ ദൈവം തന്നിരിക്കുന്ന കടമകൾ നിർവഹിക്കാൻ ദൈവത്തോട് ഒരനുവാദം ചോദിക്കാം. ആ അധികാരം നമുക്ക് കിട്ടണം. ഞാൻ മുമ്പേ പറഞ്ഞ കൂട്ടത്തിൽ ഒരു സാറ് തിരിച്ചു വന്നേച്ച് പറഞ്ഞൊരു പഴുക്കലുണ്ട്. ഇവരോടാണ് നമുക്ക് യുദ്ധം ചെയ്യേണ്ടത്, ആ ശത്രുക്കളെയാണ് നാം ജയിക്കേണ്ടത്. ഒന്ന് പറഞ്ഞു തുടങ്ങട്ടെ. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ച ഭാഗം വിശദീകരിക്കത്തില്ല, ഒന്നും ഞാൻ വിശദീകരിക്കത്തില്ല, വിശദീകരിച്ച തീരത്തുമില്ല. ദൈവം എന്തൊക്കെയാണ് സൃഷ്ടിച്ചത്? ആദ്യമായി സൃഷ്ടിച്ചത് ആകാശമാണ്. ആകാശത്ത് ദൃശ്യമായതും അദൃശ്യമായതും രണ്ടും ഒരുപോലെ ഉണ്ട് എന്ന് കൊലോസ്യ ലേഖനം 1-ാം അധ്യായം പറയുന്നു. ഞാനിവിടെ ഒരു കാര്യം കൂടെ ചേർത്ത് പറയട്ടെ. ഇങ്ങോട്ട് വരുന്ന വഴിക്ക് കർത്താവിൻ്റെ ദാസനോട് പറഞ്ഞതാണ്, ഈ ലോകം ഇന്നുവരെ കണ്ടിട്ടുള്ള വലിയ ശാസ്ത്രജ്ഞന്മാരിലെ പ്രമാണി ആൽബർട്ട് ഐൻസ്റ്റൈനായിരുന്നു. ലോകം ഇന്നുവരെ കണ്ടിട്ടുള്ള വലിയ ശാസ്ത്രജ്ഞന്മാരിൽ പ്രമാണി ആൽബർട്ട് ഐൻസ്റ്റൈനായിരുന്നു. ആൽബർട്ട് ഐൻസ്റ്റൈൻ്റെ ഒരു പ്രസ്താവന ഞാൻ വായിച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത്, എൻ്റെ സകല കണ്ടുപിടുത്തങ്ങളും ദൈവം തന്ന വെളിപ്പാടുകളാണ്. ഇതൊക്കെ പറയുന്നത് ഭയങ്കരമാണ്. ആൽബർട്ട് ഐൻസ്റ്റൈൻ്റെ സ്റ്റേറ്റ്മെൻറ്റാണ്. എൻ്റെ സകല കണ്ടുപിടുത്തങ്ങളും ദൈവം തന്ന വെളിപ്പാടുകളാണ്. അദ്ദേഹം പറഞ്ഞ എൻ്റെ സമയത്തിൻ്റെ പകുതി ഭാഗം ഞാൻ ബൈബിൾ വായിക്കുവാനും ധ്യാനിച്ചു പ്രാർത്ഥിക്കാനും ഉപയോഗിച്ചു. ആ സമയത്ത് ദൈവം എന്നെ കേൾപ്പിച്ച വെളിപ്പാടുകളാണ് എൻ്റെ കണ്ടുപിടുത്തങ്ങൾ മുഴുവനും. അല്ലാതെ ഞാൻ എന്നെ വെച്ച് കണ്ടുപിടിക്കാനാണ്. ഇത് എന്താ? എൻ്റെ പകുതി സമയം വചനധ്യാനത്തിനും പ്രാർത്ഥനയ്ക്കും പോയി. ബാക്കിയുള്ള സമയത്തിൻ്റെ പകുതി, അതായത് 4/1 സമയം ഈ കണ്ടുപിടുത്തങ്ങൾ മനുഷ്യന് മനസ്സിലാകത്തക്ക ഭാഷയിലാക്കണം. ഇംഗ്ലീഷിലത് പറ്റത്തില്ല, വേറൊരു ഭാഷയിലും അത് പറ്റത്തില്ല. അതിന് ശാസ്ത്രത്തിൻ്റേതായ ഒരു ഭാഷ വേണം. ആ ഭാഷയിലേക്ക് ഇത് മാറ്റിയെങ്കിൽ മാത്രമേ ആളുകൾക്കിത് മനസ്സിലാകത്തുള്ളൂ. അതുകൊണ്ടൊരു ഭാഷ കണ്ടുപിടിക്കുവാൻ എൻ്റെ 25% സമയം ഉപയോഗിച്ചു. വിദ്യാഭ്യാസം ഉള്ളവർക്കറിയാം, അതിനെയാണ് കാൽക്കുലസ് എന്ന് വിളിക്കുന്നത്. ശാസ്ത്രം വിശദീകരിക്കണമെങ്കിൽ കണക്കിൻ്റെ ഒരു ഭാഗമായ, മാത്തമാറ്റിക്സിൻ്റെ ഒരു ഭാഗമായ കാൽക്കുലസ് ഉപയോഗിച്ച് പറ്റത്തുള്ളൂ. കാൽക്കുലസ് ഭാഷ ഡെവലപ്പ് ചെയ്ത അദ്ദേഹമാണ് ഈ ഉദ്ദേശത്തിന് വേണ്ടിയ കണ്ടുപിടുത്തങ്ങൾ മനുഷ്യന് കൈമാറുക. മിച്ചം വന്ന 25% സമയം അദ്ദേഹത്തിൻ്റെ ഭാഷയാണ്. മിച്ചം വന്ന 25% സമയം സാത്താനെക്കുറിച്ച് പഠിക്കാൻ ഉപയോഗിച്ചു. കാര്യം സാത്താനെക്കുറിച്ച് ശരിക്കും പഠിച്ചില്ലെങ്കിൽ ദൈവത്തിന് വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റുകയില്ല. അവനിടയ്ക്ക് വഴക്കുണ്ടാക്കും, അവനിടയ്ക്ക് ശല്യപ്പെടുത്തും. നമ്മിൽ പലരും പറയാറുണ്ട്, ഞാൻ സാത്താനെക്കുറിച്ച് മിണ്ടത്തോലും ഇല്ല, ഞാൻ ദൈവത്തിൻ്റെ കാര്യം മാത്രമേ പറയത്തുള്ളൂ എന്ന്. മുമ്പേ ഞാൻ പറഞ്ഞ പോലെ മാടക്കടെ ബീഡിയും വലിച്ചുകൊണ്ടിരുന്ന് യുദ്ധം വലുതായിരുന്നെന്ന് പറയുന്നവൻ ഇതിനെക്കുറിച്ച് ഒന്നും അറിഞ്ഞുകൂടാ. അവന് ശത്രുവിനെക്കുറിച്ച് ഒരു പിടിയില്ല. അവനിതറിഞ്ഞിട്ട് എന്നെ എടുക്കാൻ അവനിതിനെ ഒന്നിനും പ്രയോജനപ്പെടുന്നവനല്ല. എല്ലാത്തിനെക്കുറിച്ചും പഠിച്ചേ മതിയാകൂ. ശത്രുവിനെക്കുറിച്ച് നന്നായി അറിയണം. ആദിയിൽ ദൈവം ആകാശം സൃഷ്ടിച്ചു. ഞാൻ ഒരു പദത്തിൽ മാത്രം അതിങ്ങനെ പറയാം. ആകാശം സൃഷ്ടിച്ച അന്നല്ല ഭൂമി സൃഷ്ടിച്ചത്. വേദപുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത് ആകാശവും ഭൂമിയും സൃഷ്ടിച്ചതിനിടയ്ക്കൊരു എന്ന പ്രയോഗമുണ്ട്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ ഇംഗ്ലീഷ് വേദപുസ്തകത്തിൽ കിങ് ജെയിംസ് വെർഷൻ വായിച്ചാൽ 95 പ്രാവശ്യമാണ് ആൻഡ് എന്ന വാക്ക്. 95 പ്രാവശ്യം ഒറ്റ അധ്യായത്തിൽ ആൻഡ് എന്ന വാക്ക്. ഒരു നിരൂപകൻ ഒരിക്കൽ ഇങ്ങനെ ചോദിച്ചു, ഒരേ ഭാഷയിൽ ഒരേ വാക്ക് കൂടെ കൂടെ ആവർത്തിക്കുന്നത് ഭാഷയ്ക്ക് വൃത്തികേടാണ്. എന്നാൽ നിൻ്റെ ക്രിസ്ത്യാനികൾക്ക് ഒരുത്തന് ഇതൊന്ന് എഡിറ്റ് ചെയ്ത് ഈ ആൻഡെല്ലാം ഒന്ന് കട്ട് ചെയ്ത് കളയാൻ പറ്റത്തില്ലേ? ഒരു ചോദ്യം ചോദിച്ചതാണ്. അന്ന് വരെയുള്ള എൻ്റെ ചിന്ത 16-ാം നൂറ്റാണ്ടിലെ ഏറ്റവും ഉത്തമമായ ഇംഗ്ലീഷ് സാഹിത്യത്തിൻ്റെ ഉദാഹരണമാണ് കിങ് ജെയിംസ് വെർഷൻ ബൈബിളെന്ന്. പക്ഷേ ഇത് വായിച്ചപ്പോഴാണ് സത്യമാണെന്ന് മനസ്സിലാകുന്നത്. 95 പ്രാവശ്യമാണ് ആൻഡ്. എന്തുകൊണ്ട് ഇത്രയും ആൻഡ് വന്നു അറിഞ്ഞുകൂടാ. അന്നേരത്താണ് ഡേക്സിൻ്റെ ഒരു കമൻട്രി വായിക്കുന്നത്. ആ കമൻട്രിക്കകത്ത് അദ്ദേഹം എഴുതിയിരിക്കുന്നത് സൃഷ്ടി നടന്നത് 143 പ്രാവശ്യമായിട്ടാണ്. സൃഷ്ടി നടന്നത് ഒരു ദിവസമല്ല, ഒരു പ്രാവശ്യമായിട്ടല്ല, 143 പ്രാവശ്യമാണ്. ഈ 143 ഭാഗങ്ങളെ തമ്മിൽ ചേർക്കേണ്ടതിന് ഒരു കണക്റ്റിംഗ് വാക്ക് ആൻഡ് എന്ന് ഉപയോഗിച്ചു. അത് എഴുതപ്പെട്ട ഭാഷയിൽ 142 പ്രാവശ്യമുണ്ട്.
ഇംഗ്ലീഷിൽ അത് എഴുതുന്ന കൂട്ടത്തിൽ ആളുകൾക്ക് ഇത് എന്തിനു വേണ്ടിയാണ് ഈ ആൻഡെല്ലാം ഒന്ന് മനസ്സിലാകാഞ്ഞുകൊണ്ട് വെട്ടിക്കളഞ്ഞ് മിച്ചം വന്ന് കുറേ ആൻഡുകളെ ഉൽപ്പത്തി പുസ്തകത്തിലുള്ളൂ. സൃഷ്ടി നടന്നത് 143 പ്രാവശ്യങ്ങളായിട്ടാണ് എന്ന് അദ്ദേഹം പറയുന്നു. ഇത് കണ്ടുപിടിക്കാൻ വേദപുസ്തകത്തിൽ യാതൊരു മാർഗവുമില്ല. അതിന് ശാസ്ത്രത്തെ ആശ്രയിച്ചേ പറ്റത്തുള്ളൂ. അങ്ങനെ ശാസ്ത്രത്തെ ആശ്രയിക്കുമ്പോഴാണ് കണ്ടത്, ആകാശം സൃഷ്ടിച്ചിട്ട് അല്ലെങ്കിൽ ആകാശത്തിൻ്റെ ഉൽപ്പത്തി മുതൽ 1370 കോടി വർഷങ്ങൾ നടന്നു. 13.7 ബില്യൺ എന്ന് പറഞ്ഞാൽ 1370 കോടി വർഷം പഴക്കമുണ്ട് നമ്മുടെ ആകാശത്തിന്. ഭൂമിക്കാണെങ്കിൽ 4.45 ബില്യൺ 445 കോടി വർഷം പഴക്കമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ 920 കോടി വർഷമാണ് ഒന്നാമത്തെ ആൻഡ്. ആദിയിൽ ദൈവം ആകാശവും, ആ ഉമ്മിൻ്റെ നീളം 920 കോടി വർഷമാണ്. എന്നാൽ ആകാശത്ത് എന്തെല്ലാം ഉണ്ടായിരുന്നു? കൊലോസ്യ ലേഖനം പറഞ്ഞു, ദൃശ്യമായതും അദൃശ്യമായതും അവിടെ ഉണ്ടായിരുന്നു. ദൃശ്യമായത് ഗോളങ്ങളെയും ഗ്രഹങ്ങളെയും നക്ഷത്രങ്ങളെയും കുറിക്കുന്നതാണ്. ഞാൻ വിശദീകരണത്തിന് പോകത്തില്ല, നക്ഷൽ മാത്രം പറയേ ഉള്ളൂ. ഗോളങ്ങളെയും ഗ്രഹങ്ങളെയും നക്ഷത്രങ്ങളെയും കുറിക്കുന്നതാണ്. അദൃശ്യമായത് എന്താണ്? അത് ദൂതന്മാരാണ്. ആകാശത്തെ സൃഷ്ടിച്ചത് പാഴായിട്ടല്ല. യെശയ്യാവ് 45 ആകാശത്തെ സൃഷ്ടിച്ചത് പാഴായിട്ടല്ല, പാർപ്പിനായിട്ടാണ്. ആരെ പാർപ്പിക്കാനാ? ഈ ദൂതന്മാരെ പാർപ്പിക്കാനാ. അതുകൊണ്ടാണ് ദെബോര എന്ന പ്രവാചകി ന്യായാധിപന്മാരുടെ പുസ്തകം 5-ാം അധ്യായത്തിൽ എഴുതുന്നത്, ആകാശത്തുനിന്ന് നക്ഷത്രങ്ങൾ പൊരുതു. നക്ഷത്രങ്ങളിൽ പാർക്കുന്ന ദൂതന്മാരെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. നക്ഷത്രങ്ങളിൽ ദൂതന്മാരെ പാർപ്പിച്ചിരിക്കുക. ഇവരെ പാർപ്പിച്ചു. അന്ന് എല്ലാ ദൂതന്മാരും ദൈവത്തെ ആരാധിക്കണമായിരുന്നു. ആ ഭാഗം നമുക്കറിയാം. എല്ലാ ദൂതന്മാരും ദൈവത്തെ ആരാധിക്കണമായിരുന്നു. ദൈവം ഒരൊറ്റയാളേ ഉള്ളൂ, സൃഷ്ടികർത്താവ്. എന്നാൽ 920 കോടി വർഷങ്ങൾ കഴിഞ്ഞതോടെ 920 കോടി വർഷങ്ങൾ കഴിഞ്ഞതോടെ ലൂസിഫർ പറഞ്ഞു, പറ്റത്തില്ല, എൻ്റെ കീഴിലുള്ള ദൂതന്മാർ എന്നെ ആരാധിക്കണം, ഞാൻ അങ്ങേ ആരാധിക്കാം. എൻ്റെ ലെവലിലുള്ളവർ, ഉയർന്ന ലെവലിലുള്ളവർ ദൈവത്തെ ആരാധിക്കാം, പക്ഷേ താഴ്ന്ന ലെവലിലുള്ള ദൂതന്മാർ എന്നെ ആരാധിക്കണം. ലൂസിഫർ ഇത് പറയുകയും ദൈവം അവനെ സ്വർഗത്തിൽ നിന്ന് മാറ്റാൻ തീരുമാനിച്ചു. 920 കോടി വർഷങ്ങൾക്ക് ശേഷമാണ് ഈ സംഭവം നടക്കുന്നത്. അങ്ങനെ അവനെ പാർപ്പിക്കേണ്ടതിനാണ് ദൈവം ഭൂമിക്ക് അടിസ്ഥാനമിട്ടത്. എല്ലാത്തിനും തെളിവ്, സൂചന ബൈബിളിലുണ്ട്, ശാസ്ത്രത്തിൽ കൂടുതലുണ്ട്. ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. ലൂസിഫറും അദ്ദേഹത്തിൻ്റെ കൂടെ 3-1 ദൂതന്മാരും ദൈവത്തിനെതിരെ തിരിഞ്ഞു. ഒന്നാം ശത്രു അവരെ സാത്താൻ അല്ലെങ്കിൽ പിശാച് എന്ന് വിളിക്കും. അത്രയും കോടികൾ ജനം, ദൂതന്മാർ ദൈവത്തിനെതിരായി തിരിഞ്ഞു. ദൈവത്തിൻ്റെ ഒന്നാം ശത്രു സാത്താനാണ്. വീണുപോയ ദൂതന്മാരാണ്. അവർ ദൈവത്തിന് വിരോധികളായി തിരിഞ്ഞു. അവനെ പാർപ്പിക്കേണ്ടതിന് വേണ്ടിയാണ് ദൈവം ഭൂമി സൃഷ്ടിച്ചത്. ഭൂമിയിൽ ദൈവം ഒരു സാഹചര്യം ഉണ്ടാക്കിയത് സ്വർഗീയ സൃഷ്ടികൾക്ക് പാർക്കാൻ വേണ്ടിയ. ദൂതൻ ഇവിടെ പാർക്കാം, അല്ലെങ്കിൽ ലൂസിഫറിനെ ഇവിടെ പാർക്കാം. അങ്ങനെയാണ് ദൈവം ഭൂമി ഉണ്ടാക്കിയത്. പക്ഷേ അവൻ ഈ ഭൂമിയിൽ വന്ന് ശാസ്ത്രത്തിൻ്റെ നിഗമനമനുസരിച്ച് 3.5 ബില്യൺ വർഷം കഴിഞ്ഞപ്പോൾ, 3.5 ബില്യൺ വർഷം എന്ന് പറഞ്ഞാൽ 350 കോടി വർഷം കഴിഞ്ഞപ്പോൾ ലൂസിഫർ അവിടുന്നും പിണങ്ങി അവൻ ഭൂമിയിൽ അവൻ്റെ സംസ്കാരം കൊണ്ടുവരാൻ തീരുമാനിച്ചു. ഗൗരവമായി ശ്രദ്ധിച്ചോണം. ഭൂമിയിൽ അവൻ്റെ സംസ്കാരം കൊണ്ടുവരാൻ തീരുമാനിച്ചു. ദൈവം ഈ ഭൂമി ഉണ്ടാക്കി വെച്ച് ദൈവിക സംസ്കാരത്തിൽ പോകാനായിട്ടാണ് അവനെ ഏൽപ്പിച്ചത്. പക്ഷെ അവൻ പെശകി, ഇല്ല, എൻ്റെ സംസ്കാരം കൊണ്ടുവരുമെന്നായി. അതുകൊണ്ട് ദൈവം അവനെ ഇവിടുന്ന് മാറ്റി അന്തരീക്ഷത്തിലേക്ക് തള്ളി. അന്ന് മുതൽ അവനെ വിളിക്കുന്നത് ആകാശത്തിൻ്റെ അധിപതി എന്നാണ്. അതുവരെ ഇവനെ വിളിച്ചത് ഈ ലോകത്തിൻ്റെ അധിപതി എന്നാണ്. ഈ പദങ്ങളെല്ലാം നമുക്കറിയാവുന്നതാണ്. എന്ന് ഏത് പേര് വന്നു എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഈ ഭൂമിയുടെ അധിപതിയായിരുന്നവനെ ആകാശത്തിൻ്റെ അധിപതി എന്ന് വിളിച്ചു. അവനെ ആകാശത്തിലേക്ക് തള്ളി. അവന് ദൈവത്തിന് വിരോധമായി പ്രവർത്തിച്ചുകൊണ്ട് ആകാശത്ത് കഴിയുന്നു. ദൈവം തുടർന്ന് ഈ ഭൂമിയുടെ പരിതസ്ഥിതി മാറ്റി. 2 പത്രോസ് 3-ാം അധ്യായത്തിൻ്റെ 2 പത്രോസ് 3-ാമത്തെ അധ്യായത്തിൽ അന്നുണ്ടായിരുന്ന ആകാശവും അന്നുണ്ടായിരുന്ന ഭൂമിയും എന്ന്, പണ്ടുണ്ടായിരുന്ന ആകാശവും പണ്ടുണ്ടായിരുന്ന ഭൂമിയും എന്ന് എഴുതിയിരിക്കുന്ന ഇടത്ത് ആകാശം എന്ന പദം കോസ്മോസ് എന്ന ഗ്രീക്ക് പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കോസ്മോസ്.
നമ്മൾ ഇന്ന് പഠിക്കുന്ന കൂട്ടത്തിൽ സ്ട്രോങ് കൺകോർഡൻസ് ആണ് കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്നത്. വേദപുസ്തകത്തെ ശരിക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ സ്ട്രോങ്ങിൻ്റെ എടുക്കപ്പോൾ ഒക്കത്തില്ല. സ്ട്രോങ് എന്ന് പറയുന്ന ഒരാൾ ജീവനോടെ ഇരുന്നു. അദ്ദേഹമാണ് വേദപുസ്തകത്തിലെ സകല വാക്കുകൾക്കും ഓരോ അക്കങ്ങളിട്ട് സകല പദത്തെയും വേർതിരിച്ച് 1000 വാക്കുകളുണ്ട്. അതിനെല്ലാം അദ്ദേഹം ഓരോ നമ്പരിട്ടുകൊണ്ടാണ് അർത്ഥവും വ്യാഖ്യാനവും എല്ലാം കൊടുത്ത് വേദപുസ്തകം ഇന്നായിരിക്കുന്ന പോലെ നമ്മൾ പഠിക്കുന്ന സ്ട്രോങ്ങിൻ്റെ വിശദീകരണമാണ്. സ്ട്രോങ് ഈ വാക്കിനെക്കുറിച്ച് വിശദീകരിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. കോസ്മോസിനെ വിശദീകരിച്ചിരിക്കുന്നത് സംവിധാനക്രമം. ആകാശത്തൊരു സംവിധാനക്രമമുണ്ട്. ആ ക്രമം സ്വർഗീയ സൃഷ്ടികൾക്കൊക്കെ ഇവിടെ പാർക്കാവുന്നതായിരുന്നു. പക്ഷെ ദൈവം അതങ്ങ് മാറ്റി. എന്താണെന്നറിയാമോ? ദൈവം നാളെ മനുഷ്യനെ സൃഷ്ടിക്കാൻ പോവാം. മനുഷ്യനെ സൃഷ്ടിച്ച് ഈ ഭൂമിയിലോട്ടാക്കുമ്പോൾ ലൂസിഫറും തിരിച്ചു വരും. അവനിപ്പോൾ എന്നാ ചെയ്യുന്നേ? ഇതിൻ്റെ സംവിധാനക്രമമൊന്ന് മാറ്റി ലൂസിഫറിന് ഇവിടെ വന്ന് താമസിക്കാൻ ഒക്കാതെ ആദാമിനും ഹൗവായ്ക്കും ഇവിടെ താമസിക്കത്തക്കതുപോലെ ഒരു സംവിധാനക്രമം ഉണ്ടാക്കണം. അതിനുവേണ്ടി ഇന്ന് സ്കൂളിൽ പോകുന്ന കുഞ്ഞുങ്ങൾക്കറിയാം, അയണോസ്ഫിയർ എന്ന് പറയുന്ന ഒന്ന് ദൈവം ഉണ്ടാക്കി. സൂര്യനിൽ നിന്ന് വരുന്ന വിഷരശ്മികൾ ഇങ്ങോട്ട് കയറാതെ, ഇതിനകത്തുണ്ടാകുന്ന ഓക്സിജൻ നഷ്ടമാകാതെ, ഇതിനകത്ത് വെള്ളം ഉണ്ടാകത്തക്കവണ്ണം ഇതെല്ലാം മനുഷ്യന് വേണം. ഇതൊന്നും ലൂസിഫറിന് വേണ്ടതല്ല, ഇത് മനുഷ്യന് വേണ്ടതാണ്. ഇതെല്ലാം ഉണ്ടാകത്തക്കതുപോലെ അന്നുണ്ടായിരുന്ന കോസ്മോസ് മാറ്റി ദൈവം വേറൊരു കോസ്മോസ് ഉണ്ടാക്കിയേച്ച് മനുഷ്യനെ ഇവിടെ സൃഷ്ടിക്കാൻ തീരുമാനിച്ചു. ഇനി യേശുക്രിസ്തുവിൻ്റെ ഏറ്റവും വലിയ താല്പര്യം മനുഷ്യനോടുകൂടെ നടക്കുക എന്നുള്ളതാണ്. പ്രൊവെർബ്സ് 8-ാമത്തെ അധ്യായത്തിലാണ് പറയുന്നത്, ആകാശത്തിന് പിതാവാം ദൈവം വൃത്തം വരയ്ക്കുമ്പോൾ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. ഞാനായിരുന്നു ദൈവത്തിൻ്റെ ശില്പി. പിതാവായ ദൈവത്തിൻ്റെ ഹൃദയത്തിൽ തിരുമനസ്സിൽ തോന്നുന്നതിന് ഒത്തവണ്ണം താൻ ഡിസൈൻ ചെയ്തത്, കൈകൊണ്ടുണ്ടാക്കി വെച്ചത് പുത്രനാണ്. പിതാവിൻ്റെ സകല സന്തോഷവും പുത്രനായിരുന്നു പിതാവിൻ്റെ വിനോദം. പക്ഷേ അവിടെ പറയുകയാണ്, എൻ്റെ വിനോദം മനുഷ്യപുത്രന്മാരോടുകൂടെയാണ്. എൻ്റെയും നിങ്ങളുടെയും കൂടെ താമസിക്കുന്നതാണ് ദൈവത്തിന്, യേശുവിന് താല്പര്യം സൃഷ്ടിയുടെ കാലം മുതൽ. അപ്പം അന്ന് തന്നെ മനുഷ്യനെക്കുറിച്ച് കണ്ടതാണ്. ഈ മനുഷ്യനെ ഇവിടെ സൃഷ്ടിച്ചാക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ലൂസിഫറിനെ തള്ളി അന്തരീക്ഷം മാറ്റി മനുഷ്യനെ ഇവിടെ സൃഷ്ടിക്കാൻ പോവാം. മനുഷ്യ സൃഷ്ടിയെക്കുറിച്ച് നമ്മൾ അറിഞ്ഞില്ലെങ്കിൽ ഒരു മണ്ണാങ്കട്ടയും മനസ്സിലാകത്തില്ല. അതുകൊണ്ടൊന്ന് പറഞ്ഞോട്ടെ. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 27-ാമത്തെ വാക്യത്തിൽ, എടുത്ത് വായിക്കണ്ട, ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 27-ാമത്തെ വാക്യത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് കാണാം. ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ, ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ ആണും പെണ്ണുമായി മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് കാണാം. സൃഷ്ടിച്ചു എന്ന വാക്കിൻ്റെ ഗൗരവം, ഒരു അസംസ്കൃത പദാർത്ഥവും ഉപയോഗിക്കാതെ ഇല്ലായ്മയിൽ നിന്നുള്ള വാക്കുക എന്നാണ് സൃഷ്ടിക്കുക എന്നുള്ള വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ കുഴപ്പമില്ലല്ലോ, മനുഷ്യനെ സൃഷ്ടിച്ചതാണെന്ന് എല്ലാവർക്കും ഉറപ്പാണല്ലോ. എങ്കിൽ ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ നിലത്തെ പൊടി കൊണ്ട് അവനെ ഉണ്ടാക്കി എഴുതിയിട്ടുണ്ട്. അതിനൊരു അസംസ്കൃത വസ്തു ഉപയോഗിച്ചിട്ടുണ്ട്, നിലത്തെ പൊടിയാണ് ഉപയോഗിച്ച്. ഇതിലേതാ സത്യം? മനുഷ്യനെ സൃഷ്ടിക്കുകയായിരുന്നു അതോ ഉണ്ടാക്കുകയായിരുന്നു? പൊടിയിൽ നിന്നുണ്ടാക്കുകയായിരുന്നു അതോ സൃഷ്ടിക്കുകയായിരുന്നു? ഒരു വലിയ സംശയമാണ്, അല്ല വരാവുന്ന ഒരു സംശയമാണ്. ഞാനത് ക്ലിയർ ചെയ്തേ പോകത്തുള്ളൂ. മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് പറയുന്നത് സ്വർഗത്തിൽ നടന്ന ചരിത്രമാണ്. ആണും പെണ്ണുമായി ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ, ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സ്വർഗത്തിൽ സൃഷ്ടിച്ചു. അത് മനുഷ്യ ആത്മാവിനെയാണ്. ആ മനുഷ്യ ആത്മാവിനെയാണ് ഈ ഭൂമിയിലേക്ക് ഇപ്പോൾ അയക്കേണ്ടത്. പക്ഷേ ഇവിടുത്തെ കോസ്മോസ് മാറിപ്പോയി. സ്വർഗീയ സൃഷ്ടികൾക്ക് ഇവിടെ ജീവിക്കാനൊക്കത്തില്ല. സ്വർഗീയ സൃഷ്ടികൾക്ക് ഇവിടെ ജീവിക്കാമെങ്കിൽ ലൂസിഫറും തിരിച്ചു വരും. അവനും ഇവിടെ വന്ന ആളത്വമായി നമ്മുടെ ഇടയിൽ കയറിയിരിക്കും. അവൻ വരും, അത് വരാൻ പാടില്ല. അതുകൊണ്ട് ഇതിൻ്റെ കോസ്മോസ് മാറ്റി. ഈ പുതിയ കോസ്മോസിൽ സ്വർഗത്തിൽ സൃഷ്ടിക്കപ്പെട്ട സ്വർഗീയ ജീവിയായ മനുഷ്യൻ എങ്ങനെ വരും? ആകയാൽ ആ മനുഷ്യനെ ഇവിടെ കൊണ്ടുവരേണ്ടതിന് ഈ കോസ്മോസിൽ നിന്ന് നിലത്തെ പൊടി കൊണ്ട് ദൈവം ഒരു മനുഷ്യരൂപമുണ്ടാക്കി. ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ, ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ. എന്നിട്ട് സ്വർഗത്തിൽ സൃഷ്ടിച്ച ആത്മാവിനെ അവൻ്റെ മൂക്കിലേക്ക് ഊതിക്കയറ്റി. മൂക്കിൽ ജീവശ്വാസം ഊതി എന്നാണ് നമ്മൾ മലയാളത്തിൽ വായിക്കുന്നത്. അത് മലയാളത്തിലെ തർജ്ജമ പെശക. അതിന് ഗ്രീക്കിൽ എബ്രായ ഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്ന പദം നിസ്വ ഊതി എന്നാണ്. നിസ്വ എന്ന വാക്കിൻ്റെ അർത്ഥം ദൈവിക സ്വഭാവമുള്ള ആത്മാവെന്നാണ്. ഇറ്റ്സ് എ റൂവ വിത്ത് ദ നേച്ചർ ഓഫ് ഗാഡ്. റൂവ എന്ന വാക്കിന് ആത്മാവെന്നും കാറ്റെന്നും രണ്ടർത്ഥമുണ്ട്. അതുകൊണ്ട് സാധാരണ തർജ്ജമക്കാരൻ അതിനെ ശരീരമായതുകൊണ്ട് കാറ്റെന്നങ്ങ് ആക്കിയതാണ്, ശ്വാസം വലിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ വേലയാണ്. പക്ഷേ സത്യത്തിൽ എഴുതിയിരിക്കുന്നതല്ല, ആത്മാവിനെ അകത്തോട്ട് ഊതി.
അത് കാരണം എൻ്റെ ആകമേ ഒരുത്തനുണ്ട്, ആ ഊതിക്കയറ്റിയ പുള്ളിയാണ്. പുറമേ ഒരുത്തനുണ്ട്, അത് ഈ കോസ്മോസിൽ നിന്നുള്ളവരാണ്. ഇത് രണ്ടും കൂടെ ഒരുമിച്ച് ചേർന്നതോടെ ജീവൻ തന്നെ ഉണ്ടായി. ഇപ്പോഴെനിക്ക് ആത്മാവുണ്ട്, ശരീരമുണ്ട്, ജീവനുണ്ട്. ഇത് മൂന്നും കൂടെ ചേർന്നാൽ ഞാനൊരു ലീഗൽ എൻറ്റൈറ്റിയാണ്, ഇവിടെ താമസിക്കാം. ഞാൻ ഇന്ത്യയിൽ ജനിച്ചതുകൊണ്ട് ഇവിടുത്തെ ലീഗൽ എൻറ്റൈറ്റിയാണ്. ഒരു അമേരിക്കക്കാരൻ ഇവിടെ താമസിക്കാൻ ഒക്കത്തില്ല. അതുപോലെ സ്വർഗീയ നിയമപ്രകാരം ഒരു സ്വർഗീയ സൃഷ്ടിക്ക് ഒറ്റയ്ക്ക് ഇവിടെ താമസിക്കാൻ ഒക്കത്തില്ല. ഐ നീഡ് എ ലീഗൽ ബോഡി. എനിക്കും നിങ്ങൾക്കും ദൈവം ഒരു ലീഗൽ ശരീരം തന്നു. ഇമ്പാർട്ടേഷൻ നടക്കണമെങ്കിൽ ഇതിലേക്ക് നടക്കൂ. ഞാൻ ഇവിടെ തുടങ്ങുകയാണ്, ബേസ് മുതൽ തുടങ്ങുക. ഇതിനകത്തേക്ക് നടക്കത്തുള്ളൂ. എനിക്കും നിങ്ങൾക്കും ഒരു ലീഗൽ ബോഡിയുണ്ട്, ഒരു ലീഗൽ പേഴ്സണാലിറ്റി ഉണ്ട്. ജഡം, ആത്മാവ്, ദേഹി, ഇത് മൂന്നും കൂടെ ചേർന്നതാണത്. അങ്ങനെ ദൈവം സൃഷ്ടിച്ചു, ആദാമിനെയും സൃഷ്ടിച്ചു. ആദാമിനെ സ്വർഗത്തിൽ സൃഷ്ടിച്ച് ഭൂമിയിൽ ശരീരം ഉണ്ടാക്കി ആ ശരീരത്തിലേക്ക് ഊതിക്കയറ്റി. അവിടെ ഒരു പ്രത്യേക പദം ശ്രദ്ധിച്ചോണം. ഞാൻ ആരെയും വഴക്കുണ്ടാക്കാൻ വരികയല്ല, അതേസമയം ദൈവവചനത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്നത് കൊണ്ട് അതിനോടുള്ള ഗൗരവം കാണിക്കാൻ ഞാൻ ആ പദം കൂടെ എടുത്തുപയോഗിക്കുകയാണ്. ദൈവം ചള്ള കൊണ്ടല്ല മനുഷ്യനെ ഉണ്ടാക്കിയത്, പൊടി കൊണ്ടാണ്. കാരണം ലൂസിഫറിനെ ഉണ്ടാക്കുമ്പോൾ സകലവിധ രത്നങ്ങൾ കൊണ്ടും അവനെ മൂടിയിരുന്നു. എസെക്കിയേൽ പ്രവചനമൊക്കെ വായിക്കുമ്പോൾ പീതമണി ഒരുപാടെണ്ണമുണ്ട്, എനിക്ക് എൻ്റെ പേരൊന്നും കറക്റ്റ് ഓർമ്മയില്ല. ഈ രത്നങ്ങൾ കൊണ്ടെല്ലാം നിന്നെ മൂടിയിരുന്നു. എന്നെ ഉണ്ടാക്കിയെന്നല്ല, നീ അതെല്ലാം ഇട്ട് നീ സന്നത്താനും ഞെളിഞ്ഞ് നടന്നവനാണ്, സ്വയം അലങ്കരിച്ച് നടന്നവനാണ്. ഇതൊന്നും ഈ ജനത്തിന് വരാതെ എൻ്റെ സാദൃശ്യത്തിലും എൻ്റെ സ്വരൂപത്തിലും തന്നെ ഇരിക്കേണ്ടതിന് നിലത്തെ ചള്ള ഉപയോഗിക്കാതെ നിലത്തെ പൊടി കൊണ്ടുണ്ടാക്കി. ആ പൊടി കൊണ്ടുണ്ടാക്കിയതിൻ്റെ മൂക്കിലേക്ക് ശ്വാസമൂതി മനുഷ്യൻ ജീവനുള്ള ദേഹിയായി മാറി. ഞാനും നിങ്ങളിവിടെ ഉണ്ട്. ഇങ്ങനെയാണ് ദൈവം ആദം ഹവ്വമാരെ സൃഷ്ടിച്ച് ഏദൻ തോട്ടത്തിലോട്ടാക്കിയത്. ഏദൻ തോട്ടത്തിൽ വെച്ച് ഇവരുടെ മേൽ ഒരുപാട് അധികാരങ്ങൾ കൈമാറി. ഒന്ന്, അദ്ദേഹത്തോട് എന്നോട് പറഞ്ഞതനുസരിച്ച് കോൾ ഇൻ്റർനെറ്റ് ഇല്ല, യാതൊരു ഔട്ട്സൈഡ് കണക്ഷനും പോകുന്നില്ല, നമ്മൾ തന്നെ ശ്രദ്ധിക്കുന്നുള്ളൂ. അതുകൊണ്ട് തുറന്ന് സംസാരിക്കുന്ന കാര്യത്തിലോട്ട് ഞാൻ വരിക. അങ്ങനെ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച് ഇവിടെയാക്കി. ഇവനോട് പറഞ്ഞു, ഒന്ന്, നീ ഭൂമിയുടെ മേൽ കർത്തൃത്വം നടത്തണം, ഭൂമിയെ അടക്കി വാഴണം. 2, മൃഗങ്ങളെ അടക്കി വാഴണം. 3, പക്ഷികളെ അടക്കി വാഴണം. 4, ഇഴജാതികളെ അടക്കി വാഴണം. 5, സമുദ്രത്തിലെ മത്സ്യത്തെ അടക്കി വാഴണം. 5 ഇനം അധികാരങ്ങൾ ഏൽപ്പിച്ചു. മറക്കരുത്, ഇതൊക്കെയാണ് റിസ്റ്റോർ ചെയ്യേണ്ടത്. 5 ഇനം അധികാരങ്ങൾ മനുഷ്യനെ ഏൽപ്പിച്ചു, ആദം ഹവ്വമാരെ ഏൽപ്പിച്ചു. ഇനിയും ആദം ഹവ്വമാരെ ഇത് ഏൽപ്പിക്കുന്നതിന് മുമ്പേ ഒരു ഗതികേട് പറ്റി. പകൽ വാഴുവാൻ സൂര്യനെയും രാത്രി വാഴുവാൻ ചന്ദ്രനെയും ഓൾറെഡി അധികാരപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ പുള്ളികൾ വാണുകൊണ്ടിരിക്കുക. അതിനിടയ്ക്ക് മൂന്നാമനായിട്ടാണ് ആദം കയറി വരുന്നത്. സച്ചാൽ വാഴ്ച ആർക്കായിരിക്കും? ഒരാത്മയുദ്ധത്തിൻ്റെ പ്രഖ്യാപനം അവിടെ തന്നെ നടന്നു. ദൈവപ്രമാണം അനുസരിക്കുന്നവനും ദൈവപ്രമാണത്തിൽ നിൽക്കുന്നവനുമായിരിക്കും ഭരിക്കുന്നത്. 3 പേരെ ഭരണം ഏൽപ്പിച്ചിട്ടുണ്ട്. പകൽ വാഴുവാൻ സൂര്യനെ ഏൽപ്പിച്ചു, രാത്രി വാഴുവാൻ ചന്ദ്രനെ ഏൽപ്പിച്ചു, മൊത്തം വാഴുവാൻ ആദാമിനെ ഏൽപ്പിച്ചു. ആരായിരിക്കും വാഴുന്നത്? ദൈവപ്രമാണത്തിൽ നടക്കുന്നവനും വിശുദ്ധിയിൽ ജീവിക്കുന്നവനുമായിരിക്കും അടക്കി വാഴുന്നത്. അല്ലാത്തവനെ കൊണ്ടൊക്കത്തില്ല. അവിടെ തന്നെ ആത്മയുദ്ധം ആരംഭിക്കുകയാണ് മനുഷ്യനെ സൃഷ്ടിച്ചാക്കുമ്പോൾ. അടുത്തത്, മനുഷ്യനെ എന്തെല്ലാം വാഴാൻ വേണ്ടിയാണ്? ഭൂമി മുഴുവനും അടക്കി വാഴാനല്ലേ ആക്കിയത്? അന്ന് സൃഷ്ടിച്ചത് അതിനാ. പക്ഷേ എന്തുവാ കയ്യിലോട്ട് ഏൽപ്പിച്ചത്? കിഴക്ക് ഏദനിൽ ഒരു തോട്ടം ഉണ്ടാക്കി, ആ തോട്ടത്തിലോട്ട് കൊണ്ടാക്കി. ദൈവമേ, മുഴുവൻ ഭൂമിയും അടക്കി വാഴാൻ വേണ്ടി ഉണ്ടാക്കിയ മനുഷ്യനെ തോട്ടത്തിൽ ഒതുക്കിയത് എന്തിനാ? ഈ ചുറ്റുവട്ടങ്ങളെ മുഴുവനും അടക്കി വാഴുവാൻ വേണ്ടി കർത്താവിൻ്റെ ദാസനെ വിളിച്ചേച്ച് ഒരു കൊച്ചു ചർച്ച എന്തിനെ കയ്യിലേൽപ്പിച്ച ഇത് ഇട്ടവട്ടം ഇതിനകത്ത് ആരാ തുടരാനാണോ? അതെന്നെ പരിപാടിയാണ്. ദേശത്തിൻ്റെ ചുമതല ഏൽപ്പിച്ച നിങ്ങളിൽ ഓരോരുത്തരെ ഇങ്ങോട്ട് വിട്ടത്. എന്നിട്ട് തൽക്കാലം സെർവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു സഭയോ അല്ലെങ്കിൽ ഒരു വീടോ അതെന്നെ പരിപാടി? അതാ ദൈവത്തിൻ്റെ പരിപാടി. അല്പത്തിൽ വിശ്വസ്തത തെളിയിച്ചവനെ മാത്രമേ അധികത്തിന് വിചാരകനാക്കത്തുള്ളൂ. ഇന്ന് ദൈവം നിങ്ങളെ ഏൽപ്പിച്ച് അത് ആദാം മുതൽ ഇങ്ങോട്ട് സകലനും അല്പം ആണ് ദൈവം ഏൽപ്പിച്ചത്. ഇതിനകത്ത് നിങ്ങൾ വിശ്വസ്തത കാണിക്കുമെങ്കിൽ അധികത്തിന് ദൈവം നിങ്ങളെ വിചാരകന്മാരാക്കും. അധികത്തിന് ദൈവം നിങ്ങളെ വിചാരകരാക്കും. 3-ാം പ്രാവശ്യം അധികത്തിന് ദൈവം നിങ്ങളെ വിചാരകരാക്കും. കാര്യം അതാണ് പർപ്പസ്, സൃഷ്ടിയുടെ പർപ്പസ് അതാ. പക്ഷെ ഇതിനകത്ത് തെളിയിക്കണം. കഴിഞ്ഞ
വർഷം വരെക്കൊണ്ട് ബാംഗ്ലൂർ പട്ടണത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കൃപയാൽ ദൈവം ഇടയാക്കി. 22 അംഗങ്ങളിൽ നിന്ന് ആരംഭിച്ച ഞങ്ങൾ 22,000 പേര് ഇപ്പോൾ അവിടെ ഉണ്ട്. എൻ്റെ കൈകൊണ്ട് സ്നാനപ്പെട്ടവർ 1,00,000-ലധികം ബാംഗ്ലൂരിലുണ്ട്. മാത്രമല്ല പല ശക്തികളോട് പോരാടുവാനും ഒരു വലിയ അളവിൽ ജയിക്കാനും കർത്താവ് ഇടയാക്കിയിട്ടുണ്ട്. ഞാനൊരു കൊച്ചു ഉദാഹരണം പറയാം. ഒരിക്കൽ ഞാൻ ഒരു പ്രത്യേക ഉദാഹരണം തൊടുകയാണ്. ഇച്ചിരി കഴിയുമ്പോൾ അതിൻ്റെ കൂടുതൽ ആവശ്യം നിങ്ങൾക്ക് വരും. ഞാൻ 80-ാമത്തെ വയസ്സിലാണ് നിൽക്കുന്നത്, 80-ാം വയസ്സിൽ. അതുകൊണ്ട് ഞാൻ പറയുന്ന വാചകങ്ങൾ ആ പരിമിതിയിലായിരിക്കും വരുന്നത്. ഞാൻ ഒരിക്കലും ലൈൻ ക്രോസ് ചെയ്ത് പോകത്തില്ല, അരുതാത്തത് പറയത്തില്ല. പക്ഷേ 25-കാരനും 30-കാരനും പറയാൻ ഒക്കാത്ത പദങ്ങൾ ഞാൻ പറഞ്ഞാലേ മനസ്സിലാകത്തുള്ളൂ. അതുകൊണ്ട് പറയുക. തമിഴ് ചർച്ച് ബാംഗ്ലൂരിൽ ആരംഭത്തിങ്കിൽ തുടങ്ങുമ്പോൾ അവിടെ ഒരു കുടുംബം വന്നു. ആ കുടുംബത്തിലെ പെൺകുഞ്ഞുങ്ങൾക്ക്, എനിക്ക് തോന്നുന്നു അവിടെ പെൺപിള്ളേരെ ഉള്ളായിരുന്നു, അവരുടെ ഒരു അപ്പൻ്റെയും അമ്മയുടെയും കൊച്ചുമക്കളായിട്ട് 12-13 പെൺകുട്ടികളുണ്ടായിരുന്നു. കൊച്ചുമക്കളായിട്ട് 12-13 പെൺകുട്ടികളുണ്ട്. 9-ാമത്തെ വയസ്സിൽ ഈ കുട്ടികൾ പ്രായം അറിയിക്കും. ഞാൻ ആ പദം പറഞ്ഞാൽ മതി, എല്ലാവർക്കും മനസ്സിലാവുമല്ലോ. ഒരു 14 വയസ്സിലാണ് സാധാരണ പെൺകുട്ടികൾ പ്രായം അറിയിക്കുന്നത്. പക്ഷേ ഈ പെൺകുട്ടികൾ 8-9 വയസ്സാകുമ്പോൾ പ്രായം അറിയിക്കും. അന്നു മുതൽ ഇവരുടെ അസ്വസ്ഥതകൾ മാറത്തില്ല. എത്ര ആശുപത്രി കയറിയാലും ഇത് ശരിയാകത്തില്ല. അവസാനം ഒരിക്കൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി കൊണ്ടുവന്നു. ഒരു ദുർഭൂതം വെളിപ്പെട്ടു. അത് പറഞ്ഞു, ഞാൻ രക്തകാളിയ, ഞാൻ പേരൊക്കെ എടുത്തു പറയാം കേട്ടോ, ഞാൻ രക്തകാളിയ, അത് പറഞ്ഞതാണ്. ഞാനാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. ഇതിനെ തുടർന്ന് രക്തകാളിയുടെ മേലൊരു പ്രത്യേക അധികാരം ഞാൻ ദൈവത്തോട് ചോദിച്ചു. ഈ ദിവസങ്ങളിൽ അതുപോലുള്ള വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ താല്പര്യപ്പെടുന്നവർ ദൈവത്തോട് ചോദിച്ചോണം, കർത്താവ് തരും. രക്തകാളിയുടെ മേലൊരു അധികാരം കിട്ടി. അതിനെ തുടർന്ന് ആ വീട്ടിലുള്ള പെൺകുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു തുടങ്ങി. അതിനെ തുടർന്ന് രക്തകാളിയുടെ കയ്യിൽ അകപ്പെട്ടു പോയ ഒരു 50 കുടുംബങ്ങൾ എങ്കിലും രക്ഷിക്കപ്പെട്ടു. അതാണ് ഞങ്ങളുടെ തമിഴ് ചർച്ച്. ഇന്ന് 1000 പേരോളം കൂടുന്നുണ്ട് തമിഴ് ചർച്ചിനകത്ത്, 1000 കുടുംബങ്ങളോടും കൂടുന്നുണ്ട് തമിഴ് ചർച്ചിനകത്ത്. അതിൻ്റെ തുടക്കം ഇതാ, രക്തകാളിയുടെ മേലൊരു അധികാരമായിരുന്നു. അതിൻ്റെ മേലൊരു അധികാരം ദൈവം കൈമാറി. എന്നതിൻ്റെയൊക്കെ മേൽ കൈമാറുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതിനുശേഷം ഒരിക്കൽ ഒരു വീട്ടിൽ ഇതുപോലെ പ്രശ്നമുള്ളവരുടെ അടുത്ത് ഒരമ്മച്ചിക്ക് മിസ്കാരേജസാണ്. ഒരു ഗർഭിണിയാകും, പക്ഷേ ഒരു കുഞ്ഞുണ്ടാകത്തില്ല. അതിനു മുമ്പേ ആ ഗർഭം അലസിപ്പോകുമെന്ന് തനി മലയാളത്തിൽ പറയും. ഞാൻ പറഞ്ഞാൽ 80-ാം വയസ്സിലായതുകൊണ്ടാണ് ഞാൻ ഈ പദങ്ങൾ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ഉപയോഗിക്കത്തില്ലായിരുന്നു. അങ്ങനെ ഒരു സോക്കേടാണ് ഈ അമ്മച്ചിക്ക്. പ്രാർത്ഥിക്കാൻ വേണ്ടി 2-3 സഹോദരന്മാരവിടെ ചെന്നു. പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിൽ ഒരു വ്യത്യാസവും കാണുന്നില്ല. അമ്മച്ചിക്ക് ഒരു സുബോധവും നഷ്ടപ്പെട്ടു. ആകെപ്പാടെ ഒരു ഉറങ്ങി തൂങ്ങിയ പോലെ കുത്തിയിരിക്കുക, ചോദിക്കുന്നതിനൊന്നും പറഞ്ഞില്ല. കൂട്ടത്തിൽ ഒരുത്തൻ എന്നെ വിളിച്ചു. ആ തമിഴ് സഹോദരന്മാരാണ് പോയത്. കൂട്ടത്തിൽ നിന്ന് ഒരാൾ എന്നെ വിളിച്ചു, പാസ്റ്ററെ എത്ര പ്രാർത്ഥിച്ചിട്ടും ശരിയാകുന്നില്ല എന്ന്. ഇവൻ ആ വീട്ടിൽ ആരോടും പറയാതെ ഇറങ്ങി വന്ന് എന്നെ വിളിക്കുകയായിരുന്നു. ഇവൻ തിരിച്ചു ചെന്നപ്പോൾ ആ ഉറക്കം തൂങ്ങിയിരിക്കുന്ന സ്ത്രീ പറയുകയാണ്, മറ്റവൻ വരുന്നുണ്ട്, MA വർഗീസ് വരുന്നുണ്ട്, എനിക്കിനി ഇരിക്കാൻ പറ്റുകയില്ല, ഞാൻ പോയേക്കാം, അവൻ വരുന്നതിന് മുമ്പേ സ്ഥലം വിട്ടേക്കാം. അങ്ങ് പോയി. ഒന്നിൻ്റെ മേൽ അധികാരം. മനസ്സിലായോ? അല്പത്തിൽ വിശ്വസ്തത തെളിയിച്ചവനെയാണ് അധികം പങ്കേൽപ്പിക്കുന്നത്. നമ്മൾ ചില അധികാരങ്ങൾ ഏറ്റെടുത്ത് തുടങ്ങിയാൽ അതിനെ കൊണ്ടുപോകാൻ നമുക്ക് കഴിയും. ഞാൻ മുന്നോട്ട് വരട്ടെ. അങ്ങനെയാണ് ഞങ്ങളുടെ തമിഴ് ചർച്ച ഉണ്ടായത്. എത്രയോ മലയാളി കുടുംബങ്ങൾ വരുവാൻ കാരണമായി തീർന്ന ഇതൊക്കെയാണ്. എത്രയോ ഇംഗ്ലീഷുകാർ വരുവാൻ കാരണമായി തീർന്ന ഇതൊക്കെയാണ്. കാര്യം ദൈവം ഏൽപ്പിച്ച ചില അധികാരങ്ങൾ അത് ഉപയോഗിക്കുക, അതിൻ്റെ അടുത്ത പടിയിലേക്ക് മാറും. ഓൾറൈറ്റ്. വീണുപോയ ദൂതന്മാർ ഈ ആദമിനും ഹവ്വായിക്കും ദൈവം അധികാരം കൊടുത്തു. ഭൂമി അടക്കി വാഴണം, ജയിച്ചേ പറ്റത്തുള്ളൂ, ഈഴജാതികളെ അടക്കി വാഴണം, അങ്ങനെയൊക്കെ പലതും കൊടുത്തു. അന്ന് പിശാചിന് ആദം ഹവ്വമാരെ വീഴിക്കണമെന്ന് നിർബന്ധമുണ്ട്. ഇത് നമുക്കറിയാവുന്നതാണ്. അതിന് ഒരു പാമ്പിലൂടെ അവൻ വെളിപ്പെട്ടു. ചരിത്ര പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്, യഹോവയായ ദൈവം വെയിലറിയപ്പോൾ ഇറങ്ങി വന്ന് ആദാമിനെയും ഹവ്വയെയും സർപ്പത്തെയും കൂടെ വിളിച്ചു നിർത്തി ന്യായം വിധിച്ചു എന്നാണ്. അവിടെ സർപ്പത്തെ അഡ്രസ്സ് ചെയ്യുന്നത് യു ഡെവിൾ എന്നാണ്. സർപ്പമെന്നല്ല അഡ്രസ്സ് ചെയ്യുന്നത്. നീ എന്നെ വേലയാണ് കാണിച്ചത്. ആദ്യമേ ആദമിനെ വിളിച്ച് ചോദിച്ചു, നീ എന്നെ വേലയാണ് കാണിച്ചത്. പുള്ളി പറഞ്ഞു ഔവ്വായ കുറ്റം. ഔവ്വായെ വിളിച്ച് ചോദിച്ചു, നീ എന്നെ വേലയാണ് കാണിച്ചത്. അവൾ പറഞ്ഞു പാമ്പാണ് കുറ്റം. പാമ്പിനെ വിളിച്ച് നീ എന്തോ കാണിച്ചതെന്ന് ചോദിക്കുക. അതിനെ അഡ്രസ്സ് ചെയ്യുന്നത് പാമ്പിനെ അല്ല, സാത്താനെയാണ്. സാത്താനെ ഇങ്ങോട്ട് വിളിച്ചു വെച്ച് പറഞ്ഞേടാ, നീ ഇത് ശ്രദ്ധിച്ച് കേട്ടോണം, നീ ലീഗലി ഇവിടെ വരാതിരിക്കുവാൻ ഞാൻ ഇതിൻ്റെ അന്തരീക്ഷം മാറ്റിയതാണ്. നിനക്കിവിടെ വരാൻ റൈറ്റില്ല. പകരം നീ ചെയ്തത്, പാമ്പിന് ഞാൻ കൊടുത്ത ഒരു ശരീരമുണ്ട്,
ഞാൻ തന്നെ സൃഷ്ടിച്ച ശരീരമാണിത്. ഈ മണ്ണിൽ ജീവിക്കുവാൻ വേണ്ടി, ഈ കോസ്മോസിൽ നിന്ന് പാമ്പിന് വേണ്ടി ഞാൻ ഉണ്ടാക്കിയ ഒരു ശരീരമുണ്ട്. അതാണ് നീ വാടകയ്ക്കെടുത്തത്. നീയും സർപ്പവും തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ വന്നു. മറക്കണ്ട, ചില പട്ടിയുമായി പിശാച് അണ്ടർസ്റ്റാൻഡിങ് വരും, നിങ്ങളെ ഓടിച്ചിട്ട് കടിക്കും. ചുമ്മാ ചില മൃഗങ്ങളുമായി ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ വരും, നിങ്ങളെ വഴിയെ വിടത്തില്ല. അപകടങ്ങളുമായി അതൊരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ വരും, നിങ്ങളെ എങ്ങോട്ടും വിടുകയില്ല. ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വ്യത്യസ്ത വ്യക്തികളുമായി ഇത് ഇടപെടും. ഞാൻ ഈ കൂട്ടത്തിൽ ഒരു കാര്യം പറഞ്ഞോട്ടെ, അനുഭവത്തിൽ നിന്ന്. ചില സമയം ഞാൻ കൂടുതലെടുക്കും. ഒരിക്കൽ ബാംഗ്ലൂർ പട്ടണത്തിൽ എൻ്റെ ചർച്ചിൻ്റെ അടുക്കൽ, മത്തായി സാറൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്, എൻ്റെ ചർച്ചിൻ്റെ അടുക്കൽ, ഞങ്ങളുടെ മെമ്പേഴ്സ്, അതുകൊണ്ട് ഞാൻ പറഞ്ഞു, എൻ്റെ ചർച്ചിൻ്റെ അടുക്കലായിട്ട് ഒരു പ്രത്യേക സ്ഥലമുണ്ട്. അവിടെ എന്നും അപകടം നടക്കുമായിരുന്നു, എന്നും അപകടം നടക്കും. ആ സ്ഥലത്തിന് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. ആക്സിഡൻറ്റ് സോൺ എന്നവിടെ പോലീസ് എഴുതി വച്ചിട്ടുണ്ട്. ഒരാഴ്ചയിൽ ഒരുത്തനെങ്കിലും അവിടെ ചത്തിരിക്കും, ഒരാഴ്ചയിൽ ഒരുത്തനെങ്കിലും അവിടെ ചത്തിരിക്കും. എല്ലാ ദിവസവും ആക്സിഡൻ്റ് ഉണ്ട്, കയ്യും കാലും ഒടിഞ്ഞ് രക്തം ഒഴുകിയാണ് ആളുകൾ പോകുന്നത്. അവിടുന്ന് ആളുകൾ ചത്തിരിക്കും. ആക്സിഡൻറ്റ് സോൺ, കാര്യമൊന്നുമില്ല. ഞാൻ അനുഗ്രഹങ്ങളും ശാപങ്ങളും എന്നുള്ള വിഷയം പഠിച്ചു വന്നപ്പോൾ ഇവിടെ ഏതോ ഒരു ചെകുത്താൻ കുടിയിരിപ്പുണ്ട്, അത് കാരണമായിരിക്കും ഇങ്ങനത്തെ അപകടങ്ങൾ ഉണ്ടാകുന്നത് എന്നെനിക്കൊരു ധാരണ വന്നു. ഞാൻ അവിടെ പോയി ചില ദിവസങ്ങൾ പ്രാർത്ഥിക്കാനിരുന്നു. ദിവസം കംപ്ലീറ്റ് ഇരുന്നൊന്നുമല്ല, പോയി കുറച്ച് നേരം പ്രാർത്ഥിച്ചു പോരുന്നു, അടുത്ത ദിവസം കുറച്ച് നേരം പോയി പ്രാർത്ഥിച്ചു പോരുന്നു. അങ്ങനെ കഴിഞ്ഞ ശേഷം അവിടുന്ന് ഒരു ദുരാത്മാവ് വിട്ടുപോകുന്നത് എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടു. അതായത് ഒരു രാത്രിയിൽ ഒരു 11 മണിയോടുകൂടെ ഞാനും എൻ്റെ കൂടെ ശശി എന്ന് പറയുന്ന ഒരു കർത്താവിൻ്റെ ദാസനും അദ്ദേഹത്തിൻ്റെ ഒരു മകൾ 7 വയസ്സുള്ള ഒരു മോളും ഞങ്ങൾ 3 പേരും കൂടെ എൻ്റെ മോട്ടോർ സൈക്കിളിൽ ഓടിച്ചു വരിക. ഞാൻ മോട്ടോർ സൈക്കിളിൻ്റെ നടുക്കിരുന്ന് ഓടിക്കുന്നു, ശശി പാസ്റ്റർ പുറകിലിരിക്കുന്നു, ഈ കൊച്ചു കുഞ്ഞ് 7 വയസ്സുള്ള മോള് അവൾ മുന്നിലിരിക്കുന്നു. ഞാൻ ഓടിച്ചു വരുമ്പോഴാണ് തേണ്ട ഒരു വെളുത്ത നിറമുള്ള ഒരു ആട് റോഡ് ക്രോസ് ചെയ്യുന്നു. അത് പറക്കുക, തറയിൽ കൂടെ പോകല്ല, വെളുത്ത നിറമുള്ള ഒരു ആട് ചിറക് വെച്ച് പറന്ന് റോഡ് ക്രോസ് ചെയ്യും. ഞാനിത് കണ്ടു. ആ മോൾ ഒരൊറ്റ വിളിച്ച്, അയ്യോ അങ്കിളെ കണ്ടോ എന്ന് ചോദിച്ചോണ്ട് ഞാൻ പറഞ്ഞു, കണ്ടു മോളെ, കണ്ടു. അന്ന് ഞങ്ങളതിനെ ശാസിച്ചു. അതിൽ പിന്നെ അവിടെ ഒരു മരണം ഉണ്ടായിട്ടില്ല. ഒന്നുകൂടെ കേട്ടോ, അതിൽ പിന്നെ അവിടെ ഒരു മരണം ഉണ്ടായിട്ടില്ല. അത് പറന്നു പോയത്, അവിടെ ഒരു സൈലൻറ്റ് ടെമ്പിളുണ്ട്, പാഴ്സികൾ മരിച്ചാൽ അവരെ കുഴിച്ചെടുത്തില്ല. ഒരു ടെമ്പിളിൻ്റെ മുകളിൽ അവരെ ശവം കൊണ്ട് വെച്ച് വൾച്ചേഴ്സ് വന്ന്, കഴുകന്മാർ വന്ന് അത് തിന്നുകൊണ്ട് പോകുകയുള്ളൂ. ആ സൈലൻ്റ് അവർ അവിടെ ഉണ്ട്, അതിൻ്റെ മുകളിലോട്ടാണ് പറന്നുപോയത്. അതിനുശേഷം അവിടെ ആക്സിഡൻ്റ് ഇല്ലാതെയായി. ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ ആക്സിഡൻറ്റ് സോൺ എന്നുള്ള ബോർഡ് പോലീസ് പൊക്കിക്കൊണ്ടുപോയി. ഇന്നവിടെ ആക്സിഡൻ്റ് ഇല്ല, ആക്സിഡൻറ്റ് ഫ്രീ സോണാണ്. ഇത് കണ്ടുകൊണ്ട് ഒരു ജോൺ ബ്രദർ എന്നോട് പറഞ്ഞ പദം, ജോൺ ബ്രദറും ഇന്ന് നിത്യതയിൽ എത്തി ഇവിടെ ഇല്ല. ജോൺ ബ്രദർ എന്നോട് പറഞ്ഞ പദം, പാസ്റ്ററെ, ഞാനവിടെ ഒരു 50 വർഷം മുമ്പേ താമസിച്ചിരുന്നു. ഇതേ സ്ഥലത്ത് ഞാൻ താമസിച്ചിരുന്നു. അന്നൊരിക്കൽ അവിടെ ഒരു പൂജ നടക്കുന്ന സമയം, ആ അമ്പലത്തിൻ്റെ പൂജാരി, ഈ ടെമ്പിളിനടുക്കൽ ഒരു അമ്പലമുണ്ട്, അമ്പലത്തിൻ്റെ പൂജാരി അവിടുന്ന് തുള്ളി ഉറഞ്ഞ് ഇങ്ങനെ പറഞ്ഞു, ഇന്ന് ദേവിക്ക് കുറേ രക്തം വേണം, ദേവി കുറേ രക്തം കുടിക്കും. അതിനൊരു 10-30 പേരെ ഇന്ന് കൊല്ലും, ഇന്ന് 10-30 പേരുടെ രക്തം കുടിക്കും. എന്നും അപകടം നടക്കുന്ന സ്ഥലമാണ്. ഇന്ന് 10-30 പേരുടെ രക്തം കുടിക്കും. ആ മരണത്തെ തുടർന്ന്, ഈ 30 പേരുടെ മരണത്തെ തുടർന്ന് എൻക്വയറിക്ക് വേണ്ടി ഒരു മന്ത്രിയോ പോലീസുകാരനോ വന്നാൽ അവൻ്റെ കുടുംബം വിളിപ്പിക്കും, ഇത് ദേവിക്ക് വേണ്ടിയാണ്. ഇതൊക്കെ അവർ തുള്ളിപ്പറഞ്ഞു. ഇതെല്ലാം എല്ലാവരും കേട്ടു. അന്ന് രാത്രിയിൽ ഈ ദേവിയുടെ ഒരു രൂപം അവർ എഴുന്നള്ളിച്ചുകൊണ്ട് വരിക. ഒരു രൂപം എഴുന്നള്ളിച്ചുകൊണ്ട് വരുമ്പോൾ ഒത്തിരി പേര് ചാരായവും കുടിച്ച് ലക്കില്ലാതെ ഇങ്ങനെ ആടിപ്പാടി വരും. അങ്ങനെ അവരെല്ലാം കൂടെ റോഡേ വരിക. മറുവശത്തുനിന്നൊരു ലോറി വരിക. അവനും മൂക്കറ്റം ചാരായം കുടിച്ചിട്ടുണ്ട്. ലോറിക്കാരനൊന്ന് ഓണടിച്ചു. ആളുകൾ റോഡിൽ നിന്ന് മാറട്ടെ എന്നോർത്തു. ആളുകൾ ഓർത്തു ലോറിക്കാരൻ നിർത്തട്ടെ എന്ന്. രണ്ടായാലും ലോറി വന്ന് ആളുകളുടെ ഇടയിൽ കൂടെ കയറി ഒരു 30 എണ്ണം സ്പോട്ടിൽ തീർന്നു. 30 എണ്ണം സ്പോട്ടിൽ തീർന്നു. ഇന്ന് വരെ ഒരു എൻക്വയറി നടന്നിട്ടില്ല. കാര്യം ഈ പൂജാരി എല്ലാവരെയും അറിയിച്ചു, ഇവരെടാ തൊട്ടാൽ നിൻ്റെ കുടുംബം വെളുക്കും, പൊക്കോളാൻ പറഞ്ഞു. അന്ന് മുതലാണ് ഈ കണ്ടിന്യൂസ് ആക്സിഡൻ്റ് അവിടെ നടക്കുന്നത്. മനസ്സിലായോ? ഇത്രയും വർഷം പഴക്കമുള്ള നൂറുകളിൽ ആളുകളുടെ രക്തം കുടിച്ച ആ ശക്തിയെ പറഞ്ഞയക്കാൻ നിന്നെ അവിടെ ദൈവം അയച്ചല്ലോ എന്ന് ജോൺ ബ്രദർ എൻ്റെ അടുക്ക വന്ന് പറഞ്ഞു. ജോൺ ബ്രദർ ഇന്നില്ല, നിത്യതയിലായി. എൻ്റെ അടുക്ക വന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞത് യാഥാർത്ഥ്യങ്ങളുടെ അകത്തോട്ട് പോവുക. ചിലതിന് റോഡിലെ ശക്തികളുടെ മേൽ അധികാരം വേണം.
ദൈവം ഓരോന്നിനെ ഏൽപ്പിക്കും. ഒരുപാട് എണ്ണങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ കൃപയാൽ അധികാരം തന്നതുകൊണ്ടാണ് ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ മലയാളി പെന്തിക്കോസ്ത് ചർച്ച അവിടെ ഇരിക്കുന്നത്. ദൈവത്തിന് വളർത്തണമെങ്കിൽ ദൈവത്തിന് ചില അധികാരങ്ങൾ ഏൽപ്പിക്കണം. ആദ്യം മുതൽ ദൈവം ഏൽപ്പിച്ച് തുടങ്ങിയതിൻ്റെ ആകത്തുക ഇന്ന് എൻ്റെ ജീവിതത്തിൽ കാണാം. അങ്ങനെ കഴിഞ്ഞ വർഷം വരെ വന്നു. കഴിഞ്ഞ നവംബറിൽ ദൈവാത്മാവ് ഇങ്ങനെ ഇടപെട്ടു. ബാംഗ്ലൂർ ചർച്ചിന് വേണ്ടി മാത്രം കരുതുന്നത് നിർത്തിവെച്ച്, അതൊരു ലെവലിലെത്തി അതിൽ നിന്ന് നിർത്തിവെച്ച് ഇന്ത്യയുടെ പല സ്റ്റേറ്റുകളിൽ പോയി അവിടെ വ്യാപരിക്കുന്നതിൽ ശക്തികളെ ശാസിക്കണം എന്നോട് പറഞ്ഞു. അങ്ങനെ ശക്തികളെ ശാസിക്കുകയും അതിനുവേണ്ടി ദൈവം തിരഞ്ഞെടുത്തവരെന്ന് സ്വയം ബോധ്യമുള്ളവർ, അത് വേർപാടിലും വിശുദ്ധിയിലും ജീവിക്കാൻ താല്പര്യപ്പെടുന്നവരുടെ മേൽ ഒരു കൈമാറ്റത്തിന് പ്രാർത്ഥിക്കുകയും ചെയ്യുവാൻ നവംബറിൽ ദൈവം ആവശ്യപ്പെട്ടു. ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, ഇത് മാർച്ചിലോട്ട് മാറി 4-ാമത്തെ മാസം. ഞാൻ ഈ 3-4 മാസം കൊണ്ട് പല സ്ഥലങ്ങളിൽ പോവുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. ഞാൻ ഇവിടെ വന്ന് കർത്താവിൻ്റെ ദാസനോട് എന്തെങ്കിലും സബ്ജക്റ്റ് എടുക്കണമെന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു ഇമ്പാർട്ടേഷൻ എടുക്കാൻ പറഞ്ഞു, കൈമാറ്റം. ഞാൻ ആ കൈമാറ്റത്തിൻ്റെ അകത്തോട്ട് വരികയാണ്. ഞാൻ അദ്ദേഹത്തോട് ഇങ്ങോട്ട് വരുന്ന വഴി ചോദിച്ചു, പാസ്റ്ററെ ഇവിടെ പ്രൊജക്റ്റ് ചെയ്യാൻ സൗകര്യങ്ങളുള്ള സാഹചര്യത്തിൽ വേറൊരു സബ്ജക്റ്റ് എടുത്ത് പ്രൊജക്റ്റ് ചെയ്യട്ടെ? വെറുതെ പറഞ്ഞു വേണ്ട, ഇത് തന്നെ അങ്ങ് എടുത്താൽ മതി എന്ന് പറഞ്ഞു. ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ദൈവം വിധിച്ചിരിക്കുന്നതായതുകൊണ്ടാണ് ഞാൻ ഈ എക്സ്റ്റൻഡിൽ ഇങ്ങോട്ട് വരുന്നത്. ഈ എക്സ്റ്റൻഡിൽ ഇങ്ങോട്ടിരുന്ന് ചില ശക്തികളുടെ മേൽ ജയമെടുത്തേ മതിയാകൂ. താവോട്ടിറങ്ങട്ടെ. ലൂസിഫർ ആദം ഹവ്വമാരെ വീഴിക്കാൻ തീരുമാനിച്ചു. ദൈവം സർപ്പത്തിലൂടെ അത് സംഭവിച്ചു. ദൈവം സർപ്പത്തെ ന്യായം വിധിക്കുമ്പോൾ, ഞാൻ പറഞ്ഞ ആദാമിനോട് ചോദിച്ചപ്പോൾ ഔവ്വായെ പഴിചാരി, ഔവ്വായോട് ചോദിച്ചപ്പോൾ സർപ്പത്തെ പഴിചാരി. സർപ്പത്തോട് ചോദിച്ചത് ഇതെടാ പിശാചേ, പദം ഒന്ന് ശ്രദ്ധിച്ചോണം, നീ ലീഗൽ ശരീരത്തിൽ ഇവിടെ വന്ന് എൻ്റെ ജനത്തെ തെറ്റിച്ചു. നിനക്കല്ല ഇവിടെ വരാനൊക്കത്തില്ല, നിനക്ക് ലീഗൽ ബോഡി ഉള്ളത് കൊണ്ട് ഇവിടെ വരാനൊത്തത്. ലീഗൽ ശരീരത്തിൽ ഇവിടെ വന്ന് എൻ്റെ ജനത്തെ തെറ്റിച്ചു. ഞാനും ലീഗൽ ശരീരത്തിൽ തിരിച്ചു വരും. നീ നിൻ്റെ കുതികാൽ തകർത്തതേ ഉള്ളൂ, ഞാൻ പോവാം. നീ എൻ്റെ കുതികാൽ തകർത്തു, പക്ഷേ ഞാൻ നിന്നെ തല തകർത്തേ വിടത്തുള്ളൂ. അത് ലീഗൽ ശരീരത്തിൽ ഞാൻ തിരിച്ചു വരും, ലീഗൽ ശരീരത്തിൽ വന്ന് ചെയ്യും. അത് സ്ത്രീയുടെ സന്തതിയാണ്. സ്ത്രീക്കാണ് അധികാരമുള്ളത്, മനുഷ്യനാണ് അധികാരമുള്ളത്. അതുകൊണ്ട് സ്ത്രീയുടെ സന്തതിയാണ്. ലീഗൽ ബോഡിയിൽ ഞാൻ മടങ്ങി വരും, വന്ന് നിൻ്റെ തല തകർക്കും. ഇത് പറഞ്ഞേച്ച് ദൈവം അവിടുന്ന് ആദം ഹവ്വമാരെ പുറത്താക്കി. സാത്താൻ ഒരു വാക്കുപോലും മറുപടി പറഞ്ഞില്ല. പക്ഷെ അവൻ തീരുമാനിച്ചു, അങ്ങനെ എൻ്റെ തല തകരാതെ ഞാൻ നോക്കിക്കോളാം. അതിനുവേണ്ടി ആദാമ്യ സന്തതിയോട് ശല്യം തുടങ്ങി. ആദാമ്യ സന്തതിയോട് ഞാൻ ആ ഭാഗം അങ്ങ് ചുരുക്കുകയാണ്, വളരെ ചുരുക്കി. അതേ സമയത്ത് വ്യക്തത നഷ്ടപ്പെടുത്താതെ പറയാൻ പോകാം.